ഹലോ ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ PYQ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രധാനമായും ഏതിനം വനമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. എന്താണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഏത് തരത്തിലുള്ള പ്രധാനമായും ഏത് വനമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനം, ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനം, ഉപോഷ്ണ മേഖല അർദ്ധ നിത്യഹരിത വനം, അതുപോലെ തന്നെ ഉപോഷ്ണ മേഖല ഗിരിവനങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൈലൻറ്റ് വാലി ഏത് ടൈപ്പിലുള്ള വനമാണ്. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനത്തിന് ഉദാഹരണമാണ് എന്താണ് സൈലൻറ്റ് വാലി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, സൈലൻറ്റ് വാലി ഒരു ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, IUCN രൂപീകൃതമായ വർഷം ഏതാണ്? IUCN പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? IUCN രൂപീകൃതമായ വർഷം എന്നാണ് 1948 IUCN രൂപീകൃതമായ വർഷം. IUCN പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ആയിട്ട് ഇട്ട വീഡിയോ കണ്ട കൂട്ടുകാർക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടും. അപ്പം മാക്സിമം കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ ക്ലാസ് കണ്ടതിന് ശേഷം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനം ഏതാണ്? എന്താണ് വർഷം മുഴുവൻ? നോട്ട് ചെയ്തോണേ, വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല മഴക്കാടുകൾ. കേട്ടോ, അപ്പോൾ അത് പഠിച്ചു വെച്ചോണേ. എന്താണ് വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ. എന്താണ് മഴയുണ്ടെങ്കിൽ അല്ലേ മരങ്ങളൊക്കെ നല്ല രീതിയിൽ തളിർത്ത് വളരത്തുള്ളൂ. മഴയുള്ളിടത്ത് എന്താണ് പച്ചപ്പുള്ളൂ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണം. മഴയുള്ള പ്രദേശങ്ങളിൽ എന്താണ് പച്ചപ്പ് ഉയർത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണം. വർഷം മുഴുവൻ പച്ചിലകൾ നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന വനത്തിൻ്റെ പേരെന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകൾ. ഉഷ്ണമേഖല മഴക്കാടുകൾ. അടുത്തത്, ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് ആരാണ്? അപ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ്, അതായത് ഫാദർ ഓഫ് ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? പഠിച്ചു വെച്ചോളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സർ ഡയഡ്രിച്ച് ബ്രാൻഡിസ് ആണ്. കേട്ടോ, അപ്പോൾ സർ ഡയഡ്രിച്ച് ബ്രാൻഡിസ് ആണ് എന്താണ് ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1952 വനനയത്തിൽ ഇന്ത്യയുടെ എത്ര ഭാഗം വനം ആയിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചത്? കേട്ടോ, അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇതൊരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 1952 വനനയത്തിൽ ഇന്ത്യയുടെ എത്ര ഭാഗം വനം ആയിരിക്കണമാണ് നിർദ്ദേശിച്ചത്? അത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1/3 പാർട്ട്. കേട്ടോ, അപ്പോൾ 1/3 പാർട്ടാണ്. അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൻ്റെ 1/3 വനമായിരിക്കണമെന്നാണ് 1952 വനനയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേട്ടോ, പഠിച്ചു വെച്ചോളൂ. 1/3 ആണ്, 1/3. അടുത്തത് 7ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്? അപ്പം ഇന്ത്യയിലെ നിലവിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, 214 കേട്ടോ, അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്? 214. അടുത്ത ചോദ്യം, കടുവകളെ സംരക്ഷിക്കുന്ന അടുത്ത ചോദ്യം, കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം ഏതാണ് എന്ന് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഏതാണ്? 1973 ഏപ്രിൽ 1 കേട്ടോ, അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്താണ് കടുവകളെ സംരക്ഷിക്കുന്നതിനായി പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം എന്നാണ്? 1973 ഏപ്രിൽ 1 പ്രൊജക്റ്റ് ടൈഗർ നിലവിൽ വന്ന വർഷം. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, കേരളത്തിൽ 2019 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? അതെല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിൽ 2019 നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അടുത്തത്, ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അതും എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അടുത്ത ചോദ്യം നോക്കാം.
കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണെന്ന്? കേരളത്തിലെ ആദ്യ റിസർവ് വനം ഓപ്ഷൻ ബി കോന്നിയാണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. കോന്നിയാണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം, കോന്നിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓപ്ഷൻ സി റാന്നിയാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലും ഇത് രണ്ടും പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ ഇത് രണ്ടൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ ഏതാണ്? റാന്നിയാണ് കേട്ടോ, റാന്നി. അടുത്തത് കൊക്കോഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നാണ് വെച്ചിരിക്കുന്നത്. ഒഡീഷയാണ് കേട്ടോ, ഓപ്ഷൻ എ ഒഡീഷയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. കൊക്കോഡൈൽ ബ്രീഡിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി 1980 ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് കേട്ടോ, വന്ന വർഷം 1980. അടുത്ത ചോദ്യം, വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഉറപ്പിച്ചോളൂ, ഒരു മാർക്ക് ഉറപ്പിച്ചോളൂ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? 7 പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം എത്ര പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട്? 7 പ്രാവശ്യം ഭേദഗതി വരുത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത്, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്നാണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് എന്താണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ കേട്ടോ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവുകൾ എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്നുള്ളതും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ കേരളത്തിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ ഏതാണ് കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സിറ്റ്സ് അതായത് CITES അംഗമായ CITESൽ അംഗമായ വർഷം എന്നാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്നാണ്? ഓപ്ഷൻ ഡി ആണ്. 1976 ഇന്ത്യ സിറ്റ്സിൽ അംഗം ആയ വർഷം 1976. അടുത്ത ചോദ്യം, വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ്? വന്യജീവികളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാരിതര സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ട്രാഫിക് ആണ് കേട്ടോ, ഓപ്ഷൻ എ ട്രാഫിക് ആണ്. അടുത്ത ചോദ്യം, പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ്? IUCN ആണ്. IUCNനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തതാണ്. മാക്സിമം പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്? IUCN ആണ് കേട്ടോ. അപ്പം എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട അന്തർദേശീയ സംഘടന ഏതാണ്? ഓപ്ഷൻ സി IUCN ആണ്. എല്ലാവർക്കും കിട്ടുന്നതാണ്. ക്ലാസ് ഒന്ന് പോയി കാണുക, നമ്മുടെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അടുത്ത ചോദ്യം, ലോക വനദിനം എന്നാണ്. ലോക വനദിനം വരുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ്. മാർച്ച് 21 അന്താരാഷ്ട്ര ലോക വനദിനമായിട്ട് വരുന്നത് മാർച്ച് 21. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം എന്താണ്? പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ആ വർഷം 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം. പരീക്ഷയ്ക്ക് ചോദിക്കാം. 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2012 ജൂലൈ 1 കേട്ടോ, മറക്കരുതേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം ഓപ്ഷൻ എ ആണ്. 2002 പാസ്സായത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇന്ത്യൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പാസ്സായ വർഷം എന്നാണ്? 2002 കേട്ടോ. 2002 പാസ്സായത്. അടുത്ത ചോദ്യം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ
കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഏത് എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചു, പരീക്ഷയ്ക്ക് ചോദിക്കും. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി കേട്ടോ. അപ്പോൾ എന്താണ്? പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന ഏതാണ്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ എ മധ്യപ്രദേശാണ് കേട്ടോ, തെറ്റിക്കരുത്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം, മധ്യപ്രദേശാണ്. അടുത്തത്, വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനമായിട്ട് വരുന്നത് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആകെ ബയോ റിസർവുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ ആകെ ബയോ റിസർവുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. 18 ബയോ റിസർവുകളാണ് ഇന്ത്യയിലുള്ളത് കേട്ടോ, അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചണം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ഓപ്ഷൻ ഡി, നീലഗിരിയാണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആകെ ബയോ റിസർവുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ് ഇന്ത്യയിലെ ആകെ ബയോ റിസർവുകളുടെ എണ്ണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഓപ്ഷൻ ഡി, നീലഗിരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേട്ടോ. അപ്പം പഠിച്ചു വെച്ചോളൂ, സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചോളൂ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ്, പീച്ചി. അടുത്ത ചോദ്യം, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി, വയനാടാണ് കേട്ടോ, വയനാടാണ്. പഠിച്ചു വെച്ചോളൂ, നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ഡി, വയനാടാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ഓപ്ഷൻ ഡി, തട്ടേക്കാടാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? തട്ടേക്കാടാണ് കേട്ടോ, തട്ടേക്കാടാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതൊരു മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി ഇനി മോഡൽ ക്വസ്റ്റ്യൻസിന് അടുത്തൊരു ക്ലാസ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ BFOയുടെ ഇതിന് മുമ്പേ നമ്മൾ കുറച്ച് ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്, PYQ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഒരു കോർ ടോപ്പിക്കാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നമ്മുടെ ക്ലാസ്സസൊക്കെ. നാളെ 20-ാം തീയതി പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക്. അപ്പോൾ മാക്സിമം ഇതൊക്കെ ഒന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഉഷാറായിട്ടൊന്ന് കമൻറ്റോടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസും PYQ ഒക്കെ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ 20-ൽ 18-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ കറണ്ട് അഫയേഴ്സിന് നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാക്സിമം കണ്ടാൽ മതി. നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധിക്കും. കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ ഈ ഒരു 30 മാർക്കിൽ ഒരു 20, 25, 27 മാർക്കൊക്കെ ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ ക്ലാസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.